ഗായ്സ്, അപ്പം ഞങ്ങൾ ലക്ഷദ്വീപിനോട് ബൈ ബൈ പറയുന്നു. സ്റ്റേയിങ് ലക്ഷദ്വീപ്. നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നു. റബിയുൽ അവ്വൽ ആയത് മുതൽ തൊട്ടേ ലക്ഷദ്വീപിൽ ഫുൾ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ പോരുന്ന അന്ന് തന്നെ നല്ല പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങളുടെ കെയർ ടേക്കർ, അതായത് ഞങ്ങളുടെ ലോക്കൽ ഗാർഡിയനെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് ഞങ്ങൾക്ക് അച്ചാറും, പക്ഷേ ലക്ഷദ്വീപിലെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, ദീപുണ്ട എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയില്ല. ശർക്കര, ദ്വീപിലെ ശർക്കര വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതപ്പോൾ ദ്വീപിലെ ശർക്കരൻ്റെ ഒരു കുറവ് കാരണം അത് കുറവാണ് ഇപ്പോൾ ദീപുണ്ട ട്രൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഗോവൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ കൂടെ ലക്ഷദ്വീപിൽ നിന്ന് പോകുന്ന ഒരു 2 സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ദീപുണ്ട കിട്ടി. ഞങ്ങൾ ട്രൈ ചെയ്തു. കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സംഭവമായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ചേർക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ നാട്ടിലൊരു തേങ്ങാമുട്ടായി കിട്ടുമല്ലോ, അതേപോലെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിനോട് എടുത്ത് നിൽക്കുന്ന മാതിരി തോന്നി. ഞങ്ങൾ 2 മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. പിന്നെ പെർമിറ്റ് ഈ ദിവസം വരെ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. ഇതാണ് അഗത്തി എയർപോർട്ട്. ഞങ്ങൾ പോകും ലക്ഷദ്വീപിനോട് വില പറഞ്ഞു. ഞങ്ങൾ യാത്ര തിരിക്കുന്നു. സങ്കടം വേറെ വെയിലല്ലോ. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് ലക്ഷദ്വീപ് എയർപോർട്ട്. പ്രൊട്ടക്റ്റഡ് മറൈൻ ആനിമൽസ്. പോവാൻ സമയമായപ്പോൾ എന്ത് തോന്നുന്നു? പോകാൻ സമയം ആയപ്പോൾ പോവാതിരിക്കാനാണ് തോന്നുന്നത്. പക്ഷേ പോകണം. കാരണം ടിക്കറ്റൊക്കെ എടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തേക്കാണ്. പെർമിറ്റും 10 ദിവസം വരെ ഉള്ളൂ. സോ യു ഹാവ് ടു ഗോ. വന്ന സന്തോഷം ജാസ്തി, പോകുമ്പോൾ സങ്കടം. ഞങ്ങൾ പോവാണ്. ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഇവിടെ. വീഡിയോ കേട്ടോ. ലക്ഷദ്വീപിലോട്ട് വരുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കുറേ ഐലൻഡൊന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് ഐലൻഡ് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരിച്ചു പോകുമ്പോൾ കുറേ ഐലൻഡ്, നമ്മളുടെ ലക്ഷദ്വീപിൽ ഉൾപ്പെടുന്ന കുറേ ഐലൻഡ് കാണാൻ പറ്റി. നല്ല ഭംഗിയാണ് എല്ലാ ഐലൻഡ് കാണാനും. ഓരോന്ന് വെവ്വേറെ എല്ലാ ഐലൻഡിൻ്റെയും പേരറിയത്തില്ല. വിത്തിൻ 2 hours ഞങ്ങൾ ഗോവയിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഈ ബസ്സിൽ ഫുള്ള് ഞങ്ങളുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതിൽ നമ്മളുടെ യാസിയും വ്ളോഗറൊക്കെ ഉണ്ട്, മെയിൻ യൂട്യൂബറാണല്ലോ. ഞാൻ പിന്നെ ആൾക്കാരെ കാണുമ്പോൾ അന്തർമുഖി ആവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി മെയിൻ ചെയ്തില്ല.
ഈ എയർപോർട്ട് കിടക്കുന്നത് ഗോവയിൽ നിന്ന് കുറേ ഉള്ളിലോട്ടാണ്. സോ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള ബസ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ബുക്ക് ചെയ്തു. പെർ പേഴ്സണ് 150 രൂപയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള ബസ് ഫെയർ. ഇതാണ് ഞങ്ങളെ ബസ്. മപ്പൂസല്ല, എയർപോർട്ടിൽ നിന്ന് മപ്പൂസേക്ക് 150 രൂപയാണ് പെർ പേഴ്സൺ. അങ്ങനെ ബസ്സിൽ കയറി മപ്പൂസയിൽ പോയി ഇറങ്ങും. മപ്പൂസയിൽ നിന്ന് പിന്നെ നമ്മൾ TV നോക്കും. അങ്ങനെയാണ്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയപ്പോൾ നമുക്ക് നമ്മളുടെ കൂടെ ഫ്ലൈറ്റിൽ വന്ന 2 കോഴിക്കോട്ടുകാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ദീപുണ്ട കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ദീപുണ്ട കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു കയ്യിലുള്ള ഒരു ദീപുണ്ട നമുക്ക് തന്നു. നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ തേങ്ങാമിഠായി പോലെ തോന്നി.